നമസ്കാരം. കേന്ദ്രം ഭരിക്കുന്നത് മുഴുവൻ പിടിച്ചുപറിക്കാരാണെന്ന് മനസ്സിലാകുന്നില്ലേ? യവന്മാർക്കൊക്കെ വല്ല കട്ടപ്പാറയായിട്ട് കക്കാൻ ഇറങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. കണ്ടില്ലേ, ദുരന്ത മേഖലയിൽ പോലും കൈയിട്ട് വരുന്നു. നിങ്ങൾ തന്നെ ആലോചിക്കുക, എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ള കാര്യം. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ദുരന്തം നടക്കുകയാണ്. നിങ്ങളുടെ കൂടി സഹായത്താൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളുടെ വീട്ടിലെ ആ ദുരന്ത സന്ദർഭത്തിൽ നിങ്ങളെ ചൂഷണം ചെയ്യുക, നിങ്ങളുടെ ചെലവുകളിൽ കൈയിട്ട് വാരുക, നിങ്ങൾക്ക് സഹായം തന്നതിന് ശേഷം അതിനെ എണ്ണം പറഞ്ഞ് പണം പിടിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ അയാളെ സഹായിയാണെന്നോ അല്ലെങ്കിൽ ആ ആളെ നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥനാണെന്ന് പറയാൻ കഴിയൂ? അല്ലല്ലോ. നിങ്ങളെ ചൂഷണം ചെയ്യാൻ വന്നിരിക്കുന്ന കൊളയട്ട നിങ്ങളുടെ ചോര ഊറ്റി കുടിക്കുന്നു. നമുക്ക് തിരിച്ചാവശ്യം വരുമ്പോൾ വീണ്ടും ചെറിയ സഹായം തന്നിട്ട് അതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് വിളിക്കേണ്ടതുണ്ട്? അതാണിപ്പോ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാട് നേരിട്ട സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി സന്ദർഭത്തിൽ അവിടെ നോക്കുന്ന ഒരു ഒറ്റ കാര്യം മാത്രമാണ്. ആ ജീവൻ നഷ്ടപ്പെട്ട, സകലതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ ജാതിയും മതവും തിരയുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആ ദുരന്തത്തിന് ഇരയായ മനുഷ്യരുടെ മതം തിരഞ്ഞതിന് ശേഷം അവർക്ക് സഹായം കൊടുക്കണ്ട, ഒപ്പം കേരളത്തിൽ ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ട് ഇവന്മാർ അവിടെ കിടന്ന് നാറാണക്കല്ല് പിടുങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരാണോ? അതിനുശേഷം ആ സന്ദർഭത്തിൽ വലിയ സഹായവുമായിട്ടും ഫോട്ടോഷൂട്ടുമായിട്ടൊക്കെ ഓടി വന്നതിന് ശേഷം ഓരോന്നിനും നമുക്ക് തരേണ്ട പണത്തിൽ നിന്ന് അവർ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, പിടിച്ചു പറിക്കുന്നുണ്ടെങ്കിൽ എന്ത് തരം മനോഭാവക്കാരാണ്? നേരത്തെയും കണ്ടു, പ്രളയമുണ്ടായ സന്ദർഭത്തിൽ കഴിക്കാൻ തന്ന അരി ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഒരു വല്ലാത്ത ഘട്ടത്തിൽ ഇരിക്കുമ്പോൾ വിശക്കുന്നുണ്ടോ? ദാ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാം. പിന്നീട് വന്നിട്ട് ഞാൻ അന്ന് വാങ്ങി തന്ന ആ ഭക്ഷണത്തിന്റെ പൈസയും തന്നെ എങ്ങനെ ഇരിക്കും? ആ വാങ്ങി കഴിച്ചു പോയതിൽ നിങ്ങൾ നിരാശപ്പെടുന്നില്ലേ? അതാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനെ ചോദ്യം ചെയ്യണ്ടേ? നമ്മുടെ നാട്ടിലെ മനുഷ്യരാണ്. നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങൾക്കാണ്. അവരുടെ ഉറ്റവരും ഉടയവരും അവരുടെ ജീവിതോപാധികൾ പോലും നഷ്ടപ്പെട്ട് ഇരുട്ടത്ത് നിൽക്കുന്ന മനുഷ്യരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിന് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ആ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ചില കുലങ്കുത്തികൾ ഉൾപ്പെടുന്നവർ ഇത് ചെയ്യരുത്, അവരങ്ങനെ അനുഭവിക്കേണ്ടവരാണ്, നരകിക്കേണ്ടവരാണ്, അവരുടെ ജീവിതം തുലഞ്ഞു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യകുലത്തിൽ പെടുത്താൻ പറ്റൂ? അതല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രളയകാലത്ത് അരി തന്നതിന് പണം പിടിച്ചു പറിച്ചതുപോലെ ആ അടിയന്തര ഘട്ടത്തിൽ നമുക്ക് വ്യോമസഹായം തന്നു. വലിയ കൈയടിയായിരുന്നു വ്യോമസഹായം തന്നതിന് ശേഷം. എന്നിട്ട് ആ ദുരന്തത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇതുവരെ 10 പൈസ തന്നിട്ടില്ല. 10 പൈസ ചോദിക്കുമ്പോൾ പറയും കേന്ദ്രം എന്തോ ഔദാര്യമായിട്ട് തരികയാണ്. ഈ നാട്ടിലെ മനുഷ്യരുടെ വിയർപ്പോഹരിയാണ് നികുതിയായിട്ട് പിരിച്ചുകൊണ്ട് പോകുന്നത്. ആ പണമാണ് ഈ നാടിന് തരാൻ പറഞ്ഞ, അല്ലാതെ പറയുന്ന കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഒരുത്തന്റെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരാനല്ല പറയുന്നത്. ഈ നാട്ടിലെ മനുഷ്യർ കഷ്ടപ്പെട്ട് അവരുടെ വിയർപ്പോഹരി നികുതിയായിട്ട് പിഴിഞ്ഞുകൊണ്ട് പോയതിനു ശേഷം അത് ഈ നാട്ടിൽ തന്നെ ചിലവാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തോ ഔദാര്യം തരും പോലെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഈ നാട്ടിലെ നികുതിപ്പണം ഈ നാട്ടിലെ മനുഷ്യർക്ക് തന്നെ കൊടുക്കേണ്ടതുണ്ട്. കാര്യം അവർ അധ്വാനിക്കുന്ന, അവർ കഷ്ടപ്പെടുന്ന, അവരുടെ വിയർപ്പായിട്ടുള്ള പണം നികുതിയായിട്ട് പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ആ പണം തിരിച്ചു തരുന്നതിന് എന്തൊക്കെയോ വലിയ മാനദണ്ഡങ്ങൾ പറയുകയാണ്. തെമ്മാടുത്തമെന്നല്ലാതെ മറ്റെന്ത് വാക്ക് ഉപയോഗിക്കാൻ കഴിയും? ഈ നാട്ടിലെ മനുഷ്യർ ദുരന്തത്തിൽ അകപ്പെട്ടു പോയാൽ അവരെ രക്ഷപ്പെടുത്താൻ ഈ നാട്ടിലെ മനുഷ്യർ കഷ്ടപ്പെട്ട പണം തിരികെ തരില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് നീതിയാണ്? അതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നികുതിപ്പണം പിരിച്ചുകൊണ്ടുപോയി അവിടെ പുട്ടടിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവർ ഒരു സഹായമായിട്ട് ഇവിടത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ എന്ന നിലയ്ക്ക് അധികാരത്തിലേൽക്കുമ്പോൾ അവർ ചെയ്യുന്ന സഹായങ്ങൾക്ക് എണ്ണി എണ്ണി പിടിച്ചു പറിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പണം തിരിച്ചു തരാൻ പോലും വിമുഖത കാട്ടുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണ്ടേ? അതിനെതിരെ ശബ്ദമുയർത്തണ്ടേ? അതിനാണ് ഇവിടെ പലതരത്തിലുള്ള കള്ളക്കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം എന്തോ ഔദാര്യം തരും പോലെയാണ് ഇവിടെ യാചിക്കാൻ പറയണം. കാര്യം യവന്മാരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരും പോലെയാണ്. ഈ നാട്ടിൽ നിന്ന് ഓരോ മനുഷ്യരുടെയും നികുതിപ്പണം അത് GST എന്ന പേരിൽ പിരിച്ച് മൊത്തത്തിൽ അങ്ങ് കൊണ്ടുപോവുകയാണ്. അത് പെട്രോൾ അടിക്കുന്നതിലാകട്ടെ, സാധനം മേടിക്കുന്നതിലാകട്ടെ, ഈ നാടിന്റെ സകലമായ കാര്യത്തിലും നികുതി ചുമത്തി അതിനെ കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് ഈ നാടിന് പ്രതിസന്ധി വരുമ്പോൾ അതുപോലും ഇങ്ങോട്ട് തരാതെ എന്തോ ഔദാര്യം തരും പോലെയാണ് അതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. ഈ നാടിന്റെ ജനങ്ങൾ ദുരിതത്തിൽ അകപ്പെടുന്ന കാലഘട്ടത്തിൽ അവരെ സഹായിക്കാൻ പോലും നമ്മുടെ നാടിൽ നിന്ന് വെട്ടിക്കൊണ്ടുപോയ പണം തിരികെ തരുന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട്. ഔദാര്യമല്ല, ഒരു സംഖ്യയുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരുന്നതല്ല, ഒരുത്തന്റെയും ശാഖയിൽ നിന്ന് അടയ്ക്ക പറിച്ച പണവുമല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ നാടിൽ നിന്ന് കൊണ്ടുപോയ പണമാണ്. ആ പണം തിരിച്ചു കിട്ടിയേ മതിയാകുള്ളൂ. അതിനെപ്പോലും പിടിച്ചു പറിക്കാൻ, അത് ഹെലികോപ്റ്ററിന്റെ വാടകയിലായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു ഫോറൻസിക് പരിശോധനയ്ക്ക് 28 ലക്ഷം രൂപ വരെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയ ആ കൊള്ളക്കാർ അത് ഈ നാടിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. അതിനവർ ചെയ്യുന്നത്
മതമാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ ശക്തമായിട്ടുള്ള ശബ്ദം ഈ നാട്ടിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ടതുണ്ട്. അത് ഈ നാടിന്റെ മനുഷ്യർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിൽ പിറന്ന് സകലതും നഷ്ടപ്പെട്ടു പോയവർ, അവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരുടെ ജീവിതം കരുപിടിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ മലയാളികൾ അധ്വാനിച്ച പണത്തിൽ നിന്ന് നികുതി വെട്ടിക്കൊണ്ടുപോയത് ഈ നാട്ടിലേക്ക് തിരിച്ചു തരേണ്ടത് നമ്മുടെ അവകാശമാണ്. അത് തരാതെ ഔദാര്യം തരും പോലെ ഈ വാചകം പറയുന്നതിനെ കുറിച്ച് നാട്ടുകാർ മനസ്സിലാക്കി അതിനെതിരെ ശബ്ദമുയർത്താൻ ഈ നാട് ഒന്നടങ്കം തയ്യാറാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്.